ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറിയാണ്. നമ്മൾ കൊഗ്നിഷനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ അവസാനം നമ്മൾ ലേണിങ്ങിലാണ് എത്തി നിന്നത്. ആ ലേണിങ്ങിലെ തിയറീസ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ട്രയൽ ആൻഡ് എറർ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അങ്ങനെ പലതും നമ്മൾ കണ്ടു. ഏകദേശം അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന തിയറിയാണ് ശരിക്കും കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഈ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. അത് മറ്റാരുമല്ല, ഒരു സ്വിസ് സൈക്കോളജിസ്റ്റാണ്, ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജീൻ പിയാഷെ എന്നാണ്. നമ്മൾ നേരത്തെ സ്കൂൾസ് ഓഫ് തോട്ട് ഇൻ സൈക്കോളജി പഠിച്ചു പോയപ്പോൾ പിയാഷെയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, പിയാഷെയാണ് ശരിക്കും കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ ഒരു പ്രൊപ്പഗേറ്റർ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്ന് നമുക്ക് പറയാം. കാരണം പിയാഷെ എന്തൊക്കെയാണോ ഒരു ബേസ് ലൈൻ വരച്ചിട്ടത്, അതിൻ്റെ ബേസിലാണ് പുതിയ തിയറികൾ, കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറികൾ വന്നത്. അപ്പം നമ്മളെന്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു 4ഓളം കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടറേഷൻസോ അല്ലെ ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ ഇവിടെ തന്നെ കണ്ടുപോകുന്നുണ്ട്. ഈ സെഷനിൽ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ, നമ്മൾ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ വി പ്രോസസ് ഇൻഫർമേഷൻ വെൻ വി ലേൺ. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതെങ്ങനെ ഹൗ വി ആർ പ്രോസസ്സിങ് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി പറയുന്നത്. ദിസ് തിയറി ലുക്സ് അറ്റ് ഹൗ വി ലേണേഴ്സ് respond to an external stimulus in order to produce learning. This theory was propagated by Piaget, an educational psychologist who believed that knowledge is something that is actively constructed by learners based on their existing cognitive structures. Okay, നമ്മളുടെ എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ ബേസിൽ ഹൗ വി ആർ ക്രിയേറ്റിംഗ് നോളജ് എന്നുള്ളതാണ് കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്നാണ് പിയാഷെ പറയുന്നത്. ഓക്കെ, കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് ദ ലേണർ ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ പ്രോസസ്. ഇൻഫർമേഷൻ, അവിടെ സ്ട്രെസ് കൊടുക്കുക, ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രെസ് കൊടുക്കുക. കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് ദ ലേണർ ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ പ്രോസസ്. They come with their own skills, knowledge, memories and relevant information they are learned in the past. Okay, ഇവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് എന്നുള്ള ഒരു കാര്യം, then the learner has something in them, അല്ലെങ്കിൽ learner has a past experience about the things that he see, അല്ലെങ്കിൽ that he internalize എന്നുള്ള ഒരു കാര്യം പറയുക. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലേണർ, ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ്, രണ്ട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വേണം cognitive learning theory പറയുമ്പോൾ. When learning something new, individual process and construct their own understanding of a topic based on their past experience and knowledge. അപ്പോൾ there will be an influence of the past experiences. ഓക്കെ, അത് ഉണ്ടെന്നുള്ള ഒരു സംഭവം നമ്മളുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ട് കൊണ്ടുവരിക ലേണിംഗ് ഈ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി പറയുമ്പോൾ. ക്ലിയർ ആയല്ലോ? ആക്റ്റീവ് ലേണർ അല്ലെ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്, ദെൻ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകുക. ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി പറയുന്നത്. മനസ്സിലാക്കുക, നമ്മൾ കൊഗ്നിഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇനീഷ്യലി അല്ലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സൂചിപ്പിച്ചിരുന്നു, കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു തോട്ട്. അല്ല, ആ തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് സംതിങ്, അല്ലെ ഒരു അനാലിസിസിൻ്റെ ഈ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലേ? ഇതിൻ്റെ ബേസിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടേക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ പിയാഷെയുടെ തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ ലേണർ സെൻറ്റേഡ് അപ്രോച്ച് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ട്. ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് എന്നുള്ള സംഭവം പറയുമ്പോൾ ലേണർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലേ? അവിടെ ലേണർ സെൻറ്റേഡ് അപ്രോച്ച് എന്നാണ് ശരിക്കും ഇത് അറിയപ്പെടുന്നത്, പിയാഷെയുടെ തിയറി. ദെൻ ലേണിംഗ് ഈസ് ക്യുമുലേറ്റീവ് ആൻഡ് റിലേറ്റീവ് ടു ഈച്ച് അതർ. ഇതൊരു കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ, relative to each individual. When we are learning, we start with baseline of knowledge and go from there. So we have something with us, അല്ലേ? ആ കാര്യങ്ങളുണ്ട്, അതാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഓഫ് നോളജ് ആൻഡ് ഗോ ഫ്രം ദെയർ. നമ്മളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ബിഗിൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വി ഹാവ് സംതിങ് വിത്ത് അസ്, ആ ബേസ് ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലേണർ സെൻറ്റേഡ് അപ്രോച്ചിൽ പറയുന്നത്. Jean Piaget suggested that accommodation, assimilation and equilibrium are all crucial to learning. Okay, 3 പ്രോസസ്സസ് ഇവിടെ പറയുന്നുണ്ട്. അക്കോമഡേഷൻ, അസിമിലേഷൻ ആൻഡ് ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞിരുന്നു വി ഹാവ് സംതിങ് വിത്ത് അസ്, അല്ലെ വി ഹാവ് സം പാസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് അസ്, അല്ലേ? നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ചിന്തിക്കുക. ഫസ്റ്റ് വൺ ഈസ് അക്കോമഡേഷൻ. ഹൗ വി മോഡിഫൈ വാട്ട് വി ഓൾറെഡി നോ ടു ടേക്ക് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ,
ഹൗ വി മോഡിഫൈ വാട്ട് വി ഓൾറെഡി നോ. നമുക്ക് കയ്യിൽ ഉണ്ട് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അക്കോമഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ അസിമിലേഷൻ, ഹൗ ദ ന്യൂ നോളജ് ഈസ് അറേഞ്ച്ഡ് ഇൻ അവർ ഹെഡ്സ് അല്ലെങ്കിൽ ഇൻ അവർ ബ്രെയിൻ എലോങ് വാട്ട് വി ഓൾറെഡി നോ അല്ലേ. നമുക്ക് വി ഹാവ് സംതിങ് ഇന്റേണലൈസ്ഡ് ഇൻ അവർ ബ്രെയിൻ അല്ലേ, ഇന്റേണലൈസ്ഡ് ഇൻ അവർ മൈൻഡ് അല്ലേ. അതിനെ എങ്ങനെ നമ്മൾ പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ അതിനെ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷനെ അതിനോട് ചേർന്ന് നമ്മൾ ഇന്റേണലൈസ് ചെയ്തിരിക്കുന്ന പാസ്റ്റ് എക്സ്പീരിയൻസിനോട് ചേർത്ത് വെക്കുന്നു, എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അസിമിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ ദ ഇക്വിലിബ്രിയം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അക്കോമഡേഷനും അസിമിലേഷനും നടന്നു കഴിഞ്ഞു അല്ലേ. അവിടെ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദ ബാലൻസ് ബിറ്റ്വീൻ വാട്ട് വി ഓൾറെഡി നോ ആൻഡ് വാട്ട് വി ആർ കറൻ്റ്ലി മാസ്റ്ററിങ്. ഇതിനെ കൃത്യമായിട്ടൊരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ ഒരു ബാലൻസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രോസസ്സിനെയാണ് ഇക്വിലിബ്രിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഫോർ പിയാഷെ, ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിലേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ടു വാട്ട് വി ഓൾറെഡി നോ. ടു സപ്പോർട്ട് ദിസ് ദ ട്രെയിനർ ഓർ ടീച്ചർ ഷുഡ് create a safe environment for learning. So the role of a teacher or a trainer is here is just creating an appropriate environment അല്ലേ. റോൾ ഓഫ് എ ടീച്ചർ ഈസ് ജസ്റ്റ് എ ഫെസിലിറ്റേറ്റർ. അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്, ഒരു അപ്രോപ്രിയേറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിൽ പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഇമ്പോർട്ടൻസ് എവിടെയാണ്, ലേണർ സെൻറ്റേർഡ് ആണ്. അല്ലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് വരുന്നത്. അവിടെ ടീച്ചർ എന്ത് ചെയ്യാം, ഒരു കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ലേണിംഗ് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ടീച്ചർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. അടുത്തത് ശരിക്കും പിയാഷെയുടെ തിയറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വന്നിട്ടുള്ള ഇതെല്ലാം തിയറികളെല്ലാം ഫോളോവേഴ്സ് ആണ് അല്ലെങ്കിൽ കൊളീഗ്സ് ആണ് അല്ലേ. ആരുടെയാണ്, പിയാഷെയുടെ. അപ്പം ബ്ലൂം അടുത്ത ഒരാളാണ് ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്നത്. ബെഞ്ചമിൻ ബ്ലൂം പിയാഷെയുടെ തിയറിനെ റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ഒരു അഫിലിയേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫർദർ ഇൻഫർമേഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അവിടെ ശരിക്കും ബ്ലൂംസ് ടാക്സോണമി നെയിംഡ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ബെഞ്ചമിൻ ബ്ലൂം describes 6 different levels of cognitive learning in the form of a hierarchy. ഇപ്പോൾ ബെഞ്ചമിൻ ബ്ലൂം അല്ലേ, നമ്മൾ ബെഞ്ചമിൻ ബ്ലൂമിനെയാണ് പറഞ്ഞത്. ഡിസ്ക്രൈബ്സ് 6 different levels of cognitive learning in the form of a hierarchy. അത് ഫസ്റ്റ് വൺ ഈസ് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, തേർഡ് വൺ ഈസ് അപ്ലൈയിങ്, ഫോർത്ത് ഈസ് അനലൈസിങ്, ഫിഫ്ത്ത് ഈസ് ഇവാലുവേറ്റിംഗ് ആൻഡ് സിക്സ്ത് ഈസ് ക്രിയേറ്റിംഗ്. മനസ്സിലായി. നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, ഒരു ലേണിംഗ് നടക്കുമ്പോൾ ഇത്രയും പ്രോസസ്സുകൾ ഉണ്ടെന്നാണ് ബ്ലൂം പറയുന്നത് അല്ലെ, ബ്ലൂംസ് ടാക്സോണമി പറയുന്നത്. അത് ശരിക്കും ഒരു പിരമിഡ് ഷേപ്പിലാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറി പോകുന്ന പോലെ. ഏറ്റവും താഴെ റിമെമ്പറിങ്, അടുത്ത അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് അപ്ലൈയിങ്, അടുത്ത സ്റ്റെപ്പ് അനലൈസിങ്, അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്നത് ക്രിയേറ്റിംഗ് ആണ് എന്നാണ് ബ്ലൂം പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പിരമിഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ ഇത് പറയുമ്പോൾ. നമുക്ക് ഓരോ ഹൈറാർക്കിയും പഠിച്ചു പോകാം. ഫസ്റ്റ് വൺ ഏറ്റവും ബേസ് ലൈൻ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ റിമെമ്പറിംഗ് ആണ്. റിമെമ്പറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോയിങ് ദ ഫാക്ട്സ്, ബീങ് ഏബിൾ ടു റീകോൾ ഇൻഫർമേഷൻ, ദ എബിലിറ്റി ടു ഡിസ്ക്രൈബ് വാട്ട് ഹാസ് ബീൻ ലേൺഡ്. നമുക്ക് വേണ്ട ഒരു എബിലിറ്റിയാണ് റിമെമ്പറിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു എബിലിറ്റി വേണം അല്ലേ. നമുക്ക് കിട്ടുന്ന ഫാക്ട്സിനെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതിനെ ഇൻഫർമേഷനെ റീകോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാകണം. ദ എബിലിറ്റി ടു ഡിസ്ക്രൈബ് വാട്ട് ഹാസ് ബീൻ ലേൺഡ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ പഠിച്ച് ഇൻറ്റേർണലൈസ് മനസ്സിലേക്ക് വെച്ചിരിക്കുന്ന മാത്രമല്ല, അത് റീകോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി, അല്ലെങ്കിൽ ആ മറക്കാതെ ഇരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി, അതാണ് ശരിക്കും റിമെമ്പറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ്, ദ എബിലിറ്റി ടു ഇൻ്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ that has been learned in order to present, summarize or paraphrase it. നമുക്കറിയാം ഇവിടെ ശരിക്കും പലതരത്തിലുള്ള ലേണിങ്ങുകൾ നടക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് ലേണിങ്ങിൽ പറയും നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാകണം. മനസ്സിലായോ? ഇൻ്റർപ്രറ്റേഷൻ നടത്താനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് ലേണിംഗ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ലേൺ ഇൻ ഓർഡർ ടു പ്രസൻറ്റ്, സമ്മറൈസ് ആൻഡ് പാരഫ്രൈസ്. എന്തിനുള്ള എബിലിറ്റിയാണ്? നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാനോ പാരഫ്രൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാകും. ശരിക്കും ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റി ആയിട്ടാണ് ശരിക്കും റിമെമ്പറിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. തേർഡ് വൺ ഈസ് അപ്ലൈയിങ്, taking what has been learned and using it to solve a related problem or complete a task അല്ലേ. ശരിക്കും അപ്ലൈയിങ് ദ എക്സിസ്റ്റിംഗ് നോളജ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ലെ കിട്ടിയ നോളജിനെ യൂസിങ് ഇട്ടു അല്ലെ ഫർദർ നമ്മൾ എടുക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്, നമ്മളുടെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട്
ടു സോൾവ് എന്തിനു വേണ്ടിയിട്ട് ടു സോൾവ് എ റിലേറ്റഡ് പ്രോബ്ലം ഓർ കംപ്ലീറ്റ് എ ടാസ്ക് എന്നുള്ളതാണ് ശരിക്കും അപ്ലൈയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ സൈഡ് ഓഫ് നോളജ് ജനറേഷൻ അല്ലേ, അതാ പറയുന്നത് അല്ലേ. നമ്മൾ ഉപയോഗിച്ച് അല്ലെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നോളജിനെ തിരിച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുക, അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ അനലൈസിങ് എ ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഓർഗനൈസിങ്, കമ്പയറിങ് ആൻഡ് ഡീകൺസ്ട്രക്ടിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, അനലൈസിങ് എന്ന് പറയുന്നത് അടുത്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വരുന്ന കിട്ടുന്ന ഇൻഫർമേഷനിൽ അതിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്യണം, അല്ലെ പ്രീവിയസ് ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാകാതെ അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ഇൻറ്റേർണലൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റിമുലസ് കണ്ടു, ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള സ്റ്റിമുലസ് അല്ലേ, ഒരുപാട് ഇൻഫർമേഷൻ ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റിമുലസ് കണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിവിധ ഭാവങ്ങൾ അല്ലെ വിവിധ ആസ്പെക്റ്റുകളെ ഫീച്ചേഴ്സുകളുണ്ട് അല്ലേ, വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു, പിന്നെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ശരിക്കും അനലൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ആണ്. ദ എബിലിറ്റി ടു ജഡ്ജ് ദ ഇൻഫർമേഷൻ ആൻഡ് ക്രിട്ടിക് ഇറ്റ് സോ ആസ് ടു ചൂസ് എ സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുവാണ്, അതിനെ ജഡ്ജ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആക്സിഡൻറ്റ് നടന്നു അല്ലെ വൈ അല്ലെ വാട്ട് അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവുകയാണെങ്കിൽ അവിടെ ശരിക്കും ഇവാലുവേഷനുള്ള ഒരു കളം ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈ ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്യണം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താ, ഒരു വ്യക്തി ഒരു ബസ്സിൽ അല്ലെ ഒരു വഴി കൂടി ക്രോസ് ചെയ്ത് പോകുന്നു, അപ്പോൾ ഒരു വാഹനം എന്തെങ്കിലും കാറോ ബൈക്കോ എന്തോ ആവട്ടെ വന്നിരിക്കുന്നു, നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം അല്ലേ. അവിടെ ഇവാലുവേഷനുള്ള ഒരു എബിലിറ്റി വേണം, കപ്പാസിറ്റി വേണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ എബിലിറ്റി ടു ജഡ്ജ് ദ ഇൻഫർമേഷൻ, നമുക്കിതിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യണം, ആരുടെ ഭാഗത്താണ് തെറ്റ്, രണ്ടുപേരുടെ ഭാഗത്തുണ്ടോ തെറ്റ്, ഈ കാര്യങ്ങളെല്ലാം വന്ന് ക്രിട്ടിക് ഇറ്റ് സോ ആസ് ടു ചൂസ് എ സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ വരണം. സ്പെസിഫിക് പ്ലാൻ ഓഫ് ആക്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഭവം വരണമെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആയല്ലോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഇവാലുവേഷൻ നടക്കാറുണ്ട് അല്ലേ. നമ്മളുടെ ലൈഫിൽ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എടുത്തു, നമ്മൾ ഈവൻ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്കൊരു ഭക്ഷണം എന്താണ് കഴിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സ് ഏത് വേണം അല്ലെ സെലക്ട് ചെയ്യേണ്ടത്, എല്ലാ കാര്യത്തിലും നമുക്ക് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ഈ അനാലിസിസും ഇവാലുവേഷനും എല്ലാം നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ദെൻ ക്രിയേറ്റിംഗ്, generating new ideas or ways of looking at things, inventing, constructing, producing or designing new things. ഇവിടെ ശരിക്കും ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഐഡിയാസ് എവിടുന്ന എക്സിസ്റ്റിംഗ് നോളജിൻ്റെ ബേസിൽ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കാനായിട്ടോ അല്ലെ പുതിയ രീതിയിൽ ഒരു കാര്യത്തെ നോക്കിക്കാണാനായിട്ടോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അന്ധൻ ആനയെ കണ്ട കഥയല്ലേ. അവിടെ ആനയെ കൃത്യമായിട്ട് കാണണമെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ജസ്റ്റാൾട്ട് സൈക്കോളജി പഠിച്ചപ്പോൾ ജസ്റ്റാൾട്ട് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം. അതെങ്ങനെയാണ്, ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വി നീഡ് ടു ബി എന്താ പറയുന്നത്, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് ചിന്തിച്ചെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂസിൽ നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ അതിനെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. ലുക്കിംഗ് അറ്റ് തിങ്സ്, ഇൻവെൻറ്റിങ്, അങ്ങനെയാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കൺസ്ട്രക്റ്റിനും പ്രൊഡ്യൂസിങ്ങിനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. അതാണ് ശരിക്കും ബ്ലൂംസ് ടാക്സോണമി പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ പിയാഷയുടെ എന്താണ് വ്യൂ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞു. പിയാഷയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ് എപ്പോഴും മനസ്സിലുണ്ടാകണം. അക്കോമഡേഷൻ, അസിമിലേഷൻ ആൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ 3 പ്രോസസ്സസ് നമ്മളുടെ മനസ്സിലുണ്ടാകുക. പിയാഷയുടെ തിയറിയിൽ പിയാഷെ ആദ്യം പറയുന്നുണ്ട് എന്താ, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ആക്റ്റീവ് ലേണർ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഈ 2 സംഭവങ്ങൾ മനസ്സിലിരിക്കണം. ഓക്കെ. ദെൻ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് 6 ഹൈറാർക്കീസ് ഉണ്ട്, 6 സ്റ്റെപ്സ് ഉണ്ട് കേട്ടല്ലോ. അത് പഠിച്ചു പോവുക. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ അടുത്തത് നമ്മൾ പോകുന്നത് ലേണിംഗ് ത്രൂ ഡിസ്കവറി എന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാം. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇനീഷ്യൽ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ അപ് ടു 10 വരെ നിങ്ങൾ പഠിച്ചു പോകുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, നമുക്ക് കൃത്യമായിട്ട് ഒരു അധ്യാപകൻ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തരുന്നു, നോട്ട് തരുന്നു അല്ലേ. നോട്ട് തരികയാണ്. നോട്ട് നമ്മൾ എഴുതി ഇങ്ങോട്ട് പോരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് അതാണോ നിങ്ങൾക്ക് നടന്നു പോകുന്നത്, ഒരു സ്പൂൺ ഫീഡിങ് നമ്മൾ പറയും.
സ്പൂൺ ഫീഡിങ് നടക്കുന്നുണ്ടോ? ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് ടു ഡിസ്കവറിയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ജെറോം ബ്രൂണർ ആണ് ശരിക്കും ഈ ഒരു സംഭവം പ്രൊപ്പഗേറ്റ് ചെയ്തത്. സൈക്കോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് കോഗ്നിറ്റീവ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ suggested that instead of simply feeding students information, we should allow them to discover it for themselves. ഓക്കെ, അവിടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അല്ലെ ക്രിയേറ്റീവ് ലെവലിൽ നിന്നിട്ട് വേണം ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാനെന്നാണ് ശരിക്കും ബ്രൂണർ പറയുന്നത്. മനസ്സിലായോ? സ്പൂൺ ഫീഡിങ് അല്ല, ചുമ്മാ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യല്ല വേണ്ടത്. According to him, active learner involvement is a core feature of cognitive learning. നമുക്ക് cognitive learning നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പ്രോസസ്സിൽ നമ്മുടെ ശരിക്കുമുള്ള cognitive learning എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണോ അത് നടക്കണമെന്നുണ്ടെങ്കിൽ there should be an active involvement from the learner എന്നാണ് ശരിക്കും ബ്രൂണർ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ബ്രൂണർ built on Piaget's work. നമുക്കറിയാം ഇതെല്ലാം അങ്ങനെയാണ് വരുന്നത്. He believed that ensuring learners had a conceptual understanding of the topic was more important than the acquisition of information. അപ്പോൾ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി നോളജ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇഫ് എ ലേണർ ഹാസ് എ കോൺസെപ്ച്വൽ understanding of the information, he can reproduce or she can internalize, reproduce and reuse it. Okay, clear ആയില്ലേ? അതാണ് ഇവിടെ ബ്രൂണർ ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ഷൻ ഇസ് ദി കോർ കമ്പോണന്റ് ഹിയർ. എന്താണ്? ക്രിയേറ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനായിട്ട്, ക്രിയേറ്റീവ് അല്ലെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനായിട്ട് ഇൻറ്ററാക്ഷൻ ആണ് ഇവിടെ കോർ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അല്ലെ ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബീങ് എ ഫെസിലിറ്റേറ്റർ, എന്ത് ചെയ്യുക? അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെ എനേബിളർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എനേബിൾ ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടോപ്പിക് ഈ ലേണർക്ക് ഉണ്ടാവാനായിട്ട്. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ ടീച്ചർ അല്ലെ ട്രെയിനറുടെ ഒരു എന്താ പറയുക റോൾ എന്ന് പറയുന്നത്. ലേണിംഗ് ത്രൂ ഡിസ്കവറി. അടുത്തതിൽ നമ്മൾ പറയുന്നത് ക്രിയേറ്റിംഗ് മീനിങ് എക്സ്പീരിയൻസസ് ഫോർ യുവർ ലേണേഴ്സ് എന്നുള്ളതാണ്. നാലാമത്തെ അവസാനമായിട്ട് പറയുന്നത് ഡേവിഡ് ഓസ്ബെൽ ആണ്. ആൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് ബിലീവ് ദാറ്റ് ലേണിംഗ് ഹാഡ് ടു ബി മീനിങ്. നമ്മൾ സിംപ്ലി ട്രയൽ ആൻഡ് എറർ കണ്ടീഷനിങ് ഒന്നും അല്ല, മറിച്ച് ഓസ്ബെൽ പറയുന്നു ലേണിംഗ് ഈസ് എന്താ പറയുന്നത്, ലേണിംഗ് ഹാഡ് ടു ബി മീനിങ് ലേണിംഗ് മീനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കൊഗ്നിറ്റീവ് ലേണിംഗ് അല്ല അവിടെ പ്രാപ്തമാകില്ല, മുന്നോട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളുടെ മെമ്മറിയിലേക്ക് അത് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹി മെയ്ഡ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മീനിങ് ലേണിംഗ് ആൻഡ് റോട്ട് ലേണിംഗ്. ഓക്കെ, where the material is learned as a series of facts in isolation. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷനെ എ സീരീസ് ഓഫ് ഫാക്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സിംപ്ലി ലേൺഡ് ഓഫ് ബൈ ഹാർട്ട് ആൻഡ് നോ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്സ് വാല്യൂ റിലവൻസ് ടു ദി അതർ. അതാണ് ശരിക്കും റോട്ട് ലേണിംഗ് ഇതും തമ്മിൽ പറയുന്നത്. വളരെ കൃത്യമായിട്ട് പറയുക ഫാക്ട്സ് ബാക്കിയുള്ള റിലവൻറ്റ് ഫാക്ട്സിൽ അല്ലെ ഇറലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് റിലവൻറ്റ് ഫാക്ട്സിനെ അല്ലെ റിലവൻറ്റ് ഇൻഫർമേഷൻ സ്വീകരിക്കുക. ഈ കാര്യങ്ങളാണ് ഓസ്ബെൽ പറയുന്നത്. അവിടെ മീനിങ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിലും നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹി ബിലീവ് ദാറ്റ് റിലേറ്റബിൾ മെറ്റീരിയൽ വിച്ച് ഫിറ്റഡ് ഇൻ ക്ലോസ്ലി വിത്ത് വാട്ട് ദ ലേണർ ഓൾറെഡി ന്യൂ വാസ് മീനിങ് ആൻഡ് ദെയർഫോർ ഇഫക്റ്റീവ്. നമ്മൾ ഇവിടെ ശരിക്കും ഓസ്ബെൽ പറയുന്നത് നേരത്തെ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ പാസ്റ്റ് ഇവൻറ്റ്സ് അല്ലെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഒരു ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. ആ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ ഇൻഫർമേഷനെ റിലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫിറ്റഡ് ക്ലോസ്ലി വിത്ത് വാട്ട് ലേണർ ഓൾറെഡി ന്യൂ, ഇതുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് അടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ കൊഗ്നിറ്റീവ് ലേണിംഗ് കൂടുതൽ എന്താ പറയണേ കൂടുതൽ നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഓസ്ബെലും പറഞ്ഞിരുന്നത്. അങ്ങനെ 4 വ്യൂസാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതെല്ലാം കൂടി ഓൾ ടുഗദർ ചേർത്തിട്ടാണ് ശരിക്കും എന്താ പറയുന്നത്, ഇനിയുണ്ട് ഫർദർ റീഡിങ്സ് ഉണ്ട്, ഓരോന്നും എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് അത്രയും പോകണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഒരു കുറച്ചായിട്ട് അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓർക്കുക, നമ്മൾ ഇവിടെ കൊഗ്നിറ്റീവ് ലേണിംഗ് പറയുമ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും ഇതിൻ്റെ ബേസ് ശരിക്കും പറയുന്ന ആരാണ്? പിയാഷെ ആണെന്ന് ഓർക്കുക. പിയാഷയുടെ കാര്യത്തിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ എന്നുള്ളത് നോക്കുക. കണ്ടോ, പിയാഷെ സജസ്റ്റഡ് ദാറ്റ് അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇക്വിലിബ്രിയം ആർ ഓൾ ക്രൂഷ്യൽ ടു ലേണിംഗ്. ഇത് നമ്മളുടെ മനസ്സിലുണ്ടാകുക. അതോടൊപ്പം തന്നെ പിയാഷെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ ലേണറുടെ ഇൻവോൾവ്മെൻറ്റ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇത്രയും സംഭവങ്ങൾ നമ്മളുടെ കൊഗ്നിറ്റീവ് ലേണിങ്ങിനെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മേജറായിട്ട് നമ്മൾ കൊഗ്നിറ്റീവ്
തിയറി അല്ലെ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറിയെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്ക് ഉടനെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് കൂടി വരുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗോടുകൂടി നമുക്ക് തൽക്കാലം കൊഗ്നിഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം അടുത്ത പാർട്ടിലേക്ക് പോകാം. അതുവരേക്കും ബൈ.